തിരൂർ BP അങ്ങാടി സർക്കാർ വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുഴുശല്യത്തിനെതിരെ വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യേണ്ടി വന്നത്. പുഴു കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് വരെ വീഴുന്ന സാഹചര്യമുണ്ടായി. കുട്ടികൾ ഈ സ്കൂളിന് സമീപത്തെ റോഡ് ഉപരോധിച്ചാണ് അവരുടെ പ്രതിഷേധം അധികൃതരെ അറിയിക്കുന്നത്. അരുൺ അമൃത സ്കൂളിൽ നിന്നും തലശ്ശേരി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുണെ, ഈ പ്രതിഷേധം അവസാനിച്ചോ? 4 മണിയായി, സ്കൂൾ വിടാനുള്ള സമയമായി. കുട്ടികളുടെ ഈ പ്രതിഷേധത്തേക്കൊന്ന് തണുപ്പിക്കാനോ വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ എടുക്കാമെന്ന് പറയാനോ ആരെങ്കിലും ഒക്കെ എത്തിയോ? സ്കൂൾ വിട്ടു കഴിഞ്ഞു, പക്ഷേ പ്രതിഷേധത്തിന് അവസാനമില്ല. ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പാളിന് മുന്നിലാണ് വിദ്യാർത്ഥികളുടെ സമരം നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായുള്ള അവരുടെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല, മറ്റൊരു മാർഗം ഞങ്ങൾക്ക് മുന്നില്ല, പ്രതിഷേധവുമായി ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചത്. ഇപ്പോൾ പ്രിൻസിപ്പാളിന്റെ റൂമിന് മുന്നിൽ കുത്തിയിരുന്നുള്ള ഒരു സമരമാണ് നമ്മൾ കാണുന്നത്. ശൗചാലയങ്ങളുടെ ഒരു ദുരവസ്ഥ, ഒപ്പം തന്നെ ഈ പുഴു വീണുകൊണ്ടുള്ള ശല്യം എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് ഈ ഒരു സമരത്തിന് ഇറങ്ങാനുള്ള ഒരു കാരണം? എന്താണ്? ഫുഡ് കഴിക്കുന്ന ടൈമിൽ ചോറ്റും പാത്രത്തിൽ ചേരട്ട ഒഴിക്കും. ഞങ്ങൾ എങ്ങനെ അത് കഴിക്കാം? ഇവിടെ മഴക്കാലമായാലും വർഷക്കാലമായാലും അതിൽ ഓമരാമ്പുഴ വീഴുകയാണ്. ഞങ്ങൾ ഇതൊക്കെ സഹിച്ചിട്ട് ഇവിടെ ഒരു 2 വർഷമായി ഞങ്ങൾ ഇവിടെ നിൽക്കണേ. സഹിച്ച ഒരുപാട് കുട്ടികൾ പുറത്തുനിന്ന് വരാൻ നിൽക്കുകയാണ്. അവർക്ക് ആ അഡീഷണൽ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഇരിക്കാൻ പോലുള്ള സൗകര്യം ഇവിടെ ഒരുക്കി കൊടുന്ന് വെച്ചാൽ പുഴുവാണ് പുസ്തകത്തിൽ വീണത്. ഞങ്ങൾ പഠിക്കാനാണോ ഇതിനാണോ പുസ്തകം തുറക്കുന്നത്? അത് ഞങ്ങളുടെ ചോദ്യമാണ്. ഇതുവരെ ഞങ്ങൾ 4 മണിക്കൂറായി നിർത്തിയിട്ട് ഇതുവരെ നടപടി നല്ലൊരു 12:45 ഞങ്ങളിവിടെ ഇക്കലടങ്ങിയ ഞങ്ങളിവിടെ ഇറങ്ങിയ ഈ ആവശ്യം ഉന്നയിച്ചപ്പോ എന്താണ് അവർ പറയുന്ന പ്രതികരണം? എന്താ സ്കൂൾ അധികൃതർ? ഒരുപാട് കാലം ഇത് പറയണേ, ചെയ്തരാ. പക്ഷെ ഒരിക്കലും അതിനുള്ളൊരു റെസ്പോണ്ട് കാണിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാം മീഡിയ വണ്ണിനും മലയാള മനോരമ ചാനലിലൊക്കെ ഞങ്ങളിവിടെ കൊടുത്തു. പക്ഷെ ഞങ്ങൾക്ക് ഒരു റെസ്പോണ്ടും ഇല്ല. നല്ലൊരു ടോയ്ലറ്റ് ഇല്ല, നല്ലൊരു ക്ലാസ് റൂം ഇല്ല. ഒരുപാട് കുട്ടികൾ ഹൈസ്കൂളിലും BHS ഇത് പഴയ ക്ലാസ് റൂമിലാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് എന്നുള്ള നീതി വേണം. അതാണ് ഞങ്ങൾക്ക് ഹയർ സെക്കൻഡറിക്ക് മാത്രമായിട്ട് ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു നല്ലൊരു ബ്ലോക്ക് ഇവിടെ ഇല്ല. ഒരു ക്യാമ്പസ് ഞങ്ങൾക്ക് ഇവിടെ ഒരു സൗകര്യമായിട്ട് തന്നിട്ടില്ല. 4 മണിക്കൂറായി ഞങ്ങൾ ഈ നിർത്തി നിൽക്കണം. ഇതുവരെ ഒരു നടപടി ഇവിടെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോ ഈ ഒരു ആവശ്യമായി ഇറങ്ങിയപ്പോ ഇന്ന് സമരം നടത്തിയപ്പോ എന്താണ് പറയുന്നത്? ആരെങ്കിലും മറുപടി പറഞ്ഞോ? 10-ന് തുടങ്ങിയ സമരം ഇതുവരെ ഇവിടെ ഒരു PTA വന്ന് പോലും ചെയ്തില്ല. അല്ലെങ്കിൽ PTA വരുന്നതാണല്ലോ, ഇതുവരെ PTA ഇവിടെ എത്തിയിട്ടില്ല. അത്തരത്തിൽ ഈ ഉച്ചയോടുകൂടി തുടങ്ങിയ സമരമാണ്. ഇത്ര നേരമായി സമരം പിന്നിടുമ്പോൾ പോലും ഇത്തരത്തിൽ യാതൊരുവിധ മറുപടിയും അധികൃതർ നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ദിവിഷ വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. പല പ്രശ്നങ്ങളുമുണ്ട്, ശൗചാലയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പ്രിൻസിപ്പാളിന്റെ മുറിന് മുന്നിലായി കുത്തിയിരുന്നു കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ ആരും പറഞ്ഞു പഠിപ്പിച്ച മുദ്രാവാക്യങ്ങളല്ല, യാതൊരു സംഘടനയിലൂടെയും ശീലിച്ചവരുമല്ല. അവരവരുടെ ആവശ്യം വന്നപ്പോൾ, അത്തരത്തിലൊരു പ്രശ്നം വന്നപ്പോൾ മറ്റൊരു അരുണെ, ഇങ്ങനെ ഇത്രയേറെ കുട്ടികൾ ഇങ്ങനെ നിരന്നിപ്പോ അവര് പറഞ്ഞ പോലെ 4 മണിക്കൂറോളമായി പ്രതിഷേധിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ അധ്യാപകരോ പ്രിൻസിപ്പളോ ഒക്കെ ഒന്ന് ഇറങ്ങി കുട്ടികളോട് സംസാരിക്കണ്ടേ? മക്കളെ, ഒരു പരിഹാരം ഉണ്ടാക്കാം, നിങ്ങൾ സമാധാനത്തോടെ ക്ലാസ്സിൽ പോയി ഇരിക്കൂ എന്ന് പറയാൻ പോലും ആരും ഇല്ലേ അവിടെ? ഇപ്പോ ആരും നിങ്ങളോട് ഇത്ര നേരമായിട്ട് സമരം തുടങ്ങി ഒന്നും പറഞ്ഞില്ലേ? ഇവരെല്ലാരും നടപടി എടുക്കാൻ വേണ്ടി വന്നു. ഇവരിവിടെ നിൽക്കാന്നല്ലാതെ കിട്ടിയിട്ടില്ല. 4 മണിക്കൂറിനകത്തായി ഇതുവരെയായിട്ടും ഞങ്ങളുടെ ആരും ഒരു നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് ഞങ്ങൾ എവിടേക്ക് പോകുന്നില്ല. മെമ്പർ പോലും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. കുറെ സമയം ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പറയാൻ തുടങ്ങിയിട്ട്. അത്തരത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നത്. ഇത്തരത്തിൽ ഈ സ്കൂൾ അധികൃതർ മറുപടി നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സ്കൂൾ വിട്ടു പോകുന്നില്ല എന്ന നിലപാടിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം 100-ന് മുകളിൽ കുട്ടികളുണ്ട്, 500ഓളം വരുന്ന കുട്ടികളുണ്ട്. ഹയർ സെക്കൻഡറി കുട്ടികളാണ്. ഇവരുടെ ശക്തമായ പ്രതിഷേധം തന്നെ, മുദ്രാവാക്യ വിളികളാണ് സ്കൂളിന് ചുറ്റും തന്നെ ഉയർന്നെടുക്കുന്നത്. ജനകീയ പ്രശ്നം തന്നെയാണ്. കാണേണ്ടവർ ഇനിയും കണ്ടില്ലെങ്കിൽ ഞങ്ങൾ പറയേണ്ടത് പറയും എന്ന നിലപാട്